സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവുമായി BJP അയ്യപ്പ ജ്യോതി തെളിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM കോൺഗ്രസ് കുറുവ സംഘമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. SIT നടപടികൾ ദുരൂഹമാണെന്നും ശബരിമല കൊള്ളയ്ക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു. മന്ത്രിയുടെ അറസ്റ്റ് ശ്രദ്ധ തിരിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും മന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. മകരവിളക്ക് ദിവസമായ ജനുവരി 14 വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി നടത്തും. NDAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ തുടക്കമായിരിക്കും അത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനും UDFനുമെതിരായ സമരമായാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കൽ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ എല്ലാവിധ തെളിവുകളുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ SIT തയ്യാറാകുന്നില്ല എന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയനല്ല, അത് ദേവസ്വം ബോർഡാണ്. ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ മാത്രമാണ് തന്ത്രിക്ക് അധികാരമുള്ളത്. ആചാര ലംഘനം നടത്തിയതിന് കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് പിണറായി വിജയനെതിരെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരായപ്പോൾ അത് മറികടക്കാൻ നടത്തിയ നീക്കമാണോ അറസ്റ്റെന്ന് സംശയമുണ്ടെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ BJP നേതാക്കൾ എത്തിയിരുന്നു. രാവിലെ 11 മണിയോടെ BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി. തന്ത്രിക്ക് പിന്തുണ അറിയിച്ചാണ് BJP നേതാക്കൾ എത്തിയതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ തൻ്റെ പാർട്ടി ഘടകത്തിൻ്റെ അധികാര പരിധിയിലാണ് തന്ത്രിയുടെ വീടെന്നും അതിനാലാണ് എത്തിയതെന്നാണ് സന്ദീപ് വാചസ്പതി മാധ്യമങ്ങളോട് പറഞ്ഞത്. തന്ത്രിയെ ബലിയാടാക്കുന്നു എന്ന തരത്തിൽ BJP അനുകൂല സോഷ്യൽ മീഡിയ പേജുകളിൽ വ്യാപക പ്രചാരണമുണ്ടായിരുന്നു.